എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ LGSന് വേണ്ടിയിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻ ആണ് ഇന്നിപ്പോൾ പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ കൂടുതൽ എക്സാമുകളിൽ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 20 ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം അറിയുന്നുണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. കാരണം ഏതാണ് ഭാഗം കിട്ടാത്തത് എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. 60 km/h വേഗതയിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര? എങ്ങനെയാണ്? അതായത് വേഗത തന്നുണ്ട്, സമയം തന്നുണ്ട്, അല്ലെ? ദൂരാണ് കണ്ടുപിടിക്കേണ്ടത്. വേഗത എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്, അല്ലെ? അപ്പൊ ദൂരം കണ്ടുപിടിക്കാൻ എന്ത് വേണം? വേഗത ഇൻറ്റു സമയം ചെയ്താൽ പോരെ. അപ്പൊ ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, അല്ലേ? അപ്പൊ ഇവിടെ എന്താ വരിക? വേഗത 60 km/h. അപ്പൊ 60 ഇൻറ്റു എത്ര മണിക്കൂറാണ്? സമയം 3. അപ്പൊ 60 ഇൻറ്റു 3 180 കിലോമീറ്റർ. ആൻസർ എന്താ വരിക? 180 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 800 മീറ്റർ 6 മിനിറ്റിൽ ഓടിയാൽ വേഗത km/h എത്ര? അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മീറ്റർ ആണ്, പിന്നെ തന്നിരിക്കുന്നത് മിനിറ്റ് ആണ്. ഈ മിനിറ്റിനെ ഞാൻ സെക്കൻഡ് ആക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യണം? 6 ഇൻറ്റു 60 എന്ന് പറയണം, അല്ലേ? അപ്പോഴല്ലേ സെക്കൻഡ് ആവുക. അപ്പൊ 800 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത, അല്ലെ? കാരണം എന്താണ്? 800 മീറ്റർ ദൂരം ഡിവൈഡഡ് ബൈ സമയം. സമയം ഞാൻ സെക്കൻഡിൽ പറയാണ്. അപ്പൊ 6 ഇൻറ്റു 60 ആണ് വരിക, അല്ലെ? അപ്പൊ ഇത് എന്ത് വരും? 80/6 ഇൻറ്റു 6, അല്ലെ? ഇനി ഇതിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കണം. അപ്പൊ വേഗത കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ്? 3 6 18. ഇനി 5 ഇവിടെ എത്ര പ്രാവശ്യം പോവും? 4 5 5. 30 6 5 30. 6 3 2 പ്രാവശ്യം. 16 2 8 പ്രാവശ്യം. അപ്പൊ എന്താണ് ആൻസർ വരിക? 8 km/h എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മീറ്ററിനെ കിലോമീറ്റർ ആക്കുക, മിനിറ്റിന് സെക്കൻഡ് ആക്കുക, മിനിറ്റിന് അവർ ആക്കുക. അപ്പോഴും നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും. ഇതാണ് എളുപ്പ വഴി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യ പകുതി 21 km/h, രണ്ടാം പകുതി 24 km/h. 15 മണിക്കൂറാണ് ആകെ യാത്ര. അപ്പൊ ആകെ ദൂരം എന്താണെന്ന്? ദൂരം എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് ഇതിന്റെ ആവറേജ് സ്പീഡ് ആദ്യം കണ്ടുപിടിക്കണം, അല്ലെ? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എയും ബിയും ആണ് സ്പീഡുകൾ എങ്കിൽ ആവറേജ് സ്പീഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 2ab/a+b ആണ്, അല്ലെ? കാരണം പകുതിയും പകുതി ആണ് വെച്ചെങ്കിലാണ് ഈ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. 2ab/a+b. അപ്പൊ എന്താണ്? പകുതിയും പകുതിയല്ലേ ഇത്. അപ്പൊ 2 ഇൻറ്റു 21 ഇൻറ്റു 24/21 + 24. അത് എത്രയാണ് വരിക? 45, അല്ലെ? ബൈ 45 ആണ് വരിക. ഇനി ഇവിടെ എന്താണ്? 2 ഇൻറ്റു 21 ഇൻറ്റു 24, അല്ലെ? ഇനി നമുക്ക് എന്താണ്? ആകെ ദൂരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വേഗത മാത്രമാണ് കണ്ടുപിടിച്ചത്. അപ്പൊ വേഗത കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദൂരം കണ്ടുപിടിക്കാൻ എന്താണ്? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയാണ്, അല്ലെ? സമയാണ്. അപ്പൊ നമുക്ക് ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സമയം ഇൻറ്റു വേഗത ചെയ്താൽ പോരെ. സമയം എത്രയാണ് പറഞ്ഞേക്കണേ? 15 മണിക്കൂറാണ്. അപ്പൊ വേഗത ഇതുമാണ്. അപ്പൊ ഇൻറ്റു 15 എന്ന് ചെയ്താൽ പോരെ. അപ്പൊ 15 3 അല്ലേ 45. 3 ഇവിടെ 7 പ്രാവശ്യം പോവില്ലേ. അപ്പൊ എന്താണ്? 24 ഇൻറ്റു 2 എത്രയാണ്? 48. 48 ഇൻറ്റു 7 അല്ലേ വരിക. 48 ഇൻറ്റു 7 എത്രയാണ് വരിക? 7 56. 5 7 28 5 33. 336
കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശതമാനം ലാഭനഷ്ടം എന്നുള്ള ഭാഗത്ത് നിന്നുള്ളതാണ്. എന്താണ്? 20% ലാഭത്തിൽ 1200 രൂപയ്ക്ക് വിറ്റു. അടക്ക വില എന്ത്? അടക്ക വില എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1200ന്റെ എത്ര ശതമാനം ലാഭത്തിലാണ് വിറ്റേക്കണേ? 120% ലാഭത്തിലാണ്. 120 സോറി, എന്താണ്? 120%ത്തിലാണ് വിറ്റുണ്ടാവുക. എങ്കിലല്ലേ 20% ലാഭം വരിക. അപ്പൊ നമുക്ക് എക്സിന്റെ 120% ആണ് ഏതെന്ന് പറയണത്? 1200 രൂപ എന്ന് പറയണത്. അപ്പൊ എക്സ് എന്താ വരിക? 1200, ഈ 100 അങ്ങോട്ട് പോയാൽ ഇൻറ്റു 100 ആവും, ബൈ 120 അല്ലെ. അപ്പൊ ഇവിടെ 10 അല്ലെ. 10 ഇൻറ്റു 100 എത്രയാണ്? 1000. അപ്പൊ നമുക്ക് വാങ്ങിയ വില, അതായത് അടക്ക വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ് കേട്ടോ. വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? 1000 രൂപ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യ 20% കൂട്ടിയപ്പോൾ 60 ആയി യഥാർത്ഥ സംഖ്യ. ഒരു സംഖ്യയുടെ 20% കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120% ആയി അല്ലെ. അപ്പൊ എക്സിന്റെ 120% ആണ് ഏതെന്ന് പറയണത്? 60 എന്ന് പറയണത്. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 60 ഇൻറ്റു ഇത് അങ്ങോട്ട് പോയാൽ 100 ബൈ 120 ആവും അല്ലെ. അപ്പൊ 12ല് 6 2 പ്രാവശ്യം, 100ല് 2 50 പ്രാവശ്യം. അപ്പൊ എന്താണ് ആൻസർ? 50 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1400 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1050 ആയാൽ എക്സ് എത്ര? എങ്ങനെയാണ് ചെയ്യുക? അതായത് 1400 ഇൻറ്റു എക്സ് ആണ് തന്നിരിക്കുന്നത് 1050 അല്ലെ. അപ്പൊ ഈ എക്സിനെ ഇവിടെ തന്നെ നിർത്തിയ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? ബൈ ആവും അല്ലെ, ഡിവൈഡഡ് ബൈ ആവും. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഗുണനമുള്ളത് ഇവിടെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താവും? ഹരണാവും. എക്സ് ഈക്വൽ ടു 1050 ഡിവൈഡഡ് ബൈ 1400. അപ്പൊ ഇവിടെ എന്താ വരിക? 105ല് 3 പോവും അല്ലെ. അപ്പൊ പക്ഷെ ഇതില് പോവില്ല. അപ്പൊ എന്താ ചെയ്യും? മൂന്ന് 9 15ല് 13 15. അപ്പൊ 35 140ല് പോവോ നോക്കി നോക്കൂ. 5 പോവും, അത് നോക്കിയാൽ മതി. ഈരഞ്ച് 10, ഓരഞ്ച് 5. ഇവിടെ ഈരഞ്ച് 10, 40ല് എണ്ണഞ്ച് 40. 21ലും 28ലും എന്ത് പോവും? 7 പോവും അല്ലെ. 4 7 28, 3 7 21. അപ്പൊ എന്താണ്? 3/4 എന്നുള്ളതാണ് ആൻസർ, എക്സ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനുപാതം മിശ്രണം എന്നുള്ള ഭാഗത്ത് നിന്നുള്ളതാണ്. നോക്കാം. 60 80 എന്നിവയുടെ അനുപാതം എത്ര? എങ്ങനെയാണ് അനുപാതം കണ്ടുപിടിക്കുക? അതായത് 60:80. പക്ഷെ ഇങ്ങനെ എഴുതിയാ പോരാ. കാരണം എന്താണ്? ഇതിന്റെ ചെറിയ രൂപാക്കണം. ഇതിന്റെ HCF എത്രയാണോ അതുകൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ്. അതായത് രണ്ടിലും പോണത് ഉണ്ട് വെച്ചെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പൊ ഇവിടെ 0 രണ്ടിലും ഉണ്ട്, അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. 6:8 ആയി. 6ലും 8ലും എന്ത് പോവും? 2 പോവും അല്ലെ. 3 2 6, 4 2 8, 3:4. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. 3ഉം 4ഉം എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. അതായത് അതിൽ കോമൺ ആയിട്ട് വേറൊന്നും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3:4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 പേർക്ക് 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാം. 60 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ വേണം? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ആകെ ജോലി എത്രയാണ്? 15 പേര് 12 ദിവസം ചെയ്യണ ജോലിയാണ് ആകെ ജോലി എന്ന് പറയുന്നത്. ആകെ ജോലിനെ 60 ദിവസം കൊണ്ട് തീർക്കണം. അപ്പൊ ആകെ ജോലി ഡിവൈഡഡ് ബൈ ദിവസം ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ആളുകൾ കിട്ടും അല്ലെ. ബൈ 60 ചെയ്യാ. അപ്പൊ എന്താണ് ഇവിടെ എന്താ വരിക? 5 ആണ് 60. അപ്പൊ ഇവിടെ 3 പേർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ശരാശരി എന്നുള്ള ഭാഗത്ത് നിന്നുള്ളതാണ്. 12 വിദ്യാർത്ഥികളുടെ ശരാശരി പ്രായം 20 വയസ്സ്. ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി 19 ആയി. പുതിയ ആളുടെ പ്രായം എന്താണ്? പുതിയ ആള് എത്ര ആളാ വന്നത്? ഒരാളാ വന്നത്. ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒന്ന് കുറഞ്ഞു എന്നുള്ളതാണ് അല്ലെ? -1 ആയി. ഇനി ആളുകളെ എത്ര ഉണ്ടായിരുന്നു? വിദ്യാർത്ഥികളെ എത്ര ഉണ്ടായിരുന്നു? 12 ഉണ്ടായിരുന്നു അല്ലെ? ഇനി നമ്മള് അങ്ങനെ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യാ? 12 വിദ്യാർത്ഥികളുടെ ശരാശരി പ്രായം വയസ്സ് തന്നിട്ടുണ്ട്. ശരാശരി പ്രായം തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ടോട്ടൽ എങ്ങനെയാ വരിക? 12 × 20 അല്ലേ വരിക? അപ്പൊ 240 അല്ലേ ഇവരുടെ ടോട്ടല്. ഇനി ഒരാൾ കൂടി ചേർന്നു എന്ന് പറഞ്ഞാൽ എത്രയായി? 13 ആയി. 13 ആയിപ്പോ 19 ആയി ശരാശരി. അപ്പൊ 13 × 19 എത്രയാണ്? 13 × 20 - 1 അല്ലേ? അത് എത്രയാണ്? 260 - 13 അല്ലേ? അപ്പൊ എന്താവും? 7 4 2 247 അല്ലെ? അപ്പൊ 247നും 240നും ഉള്ള വ്യത്യാസം ആയ പുതിയ ആളുടെ പ്രായമായില്ലേ? അപ്പൊ എന്താണ്? 247 - 240 എന്ന് പറയുന്നത് 7 വയസ്സ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരുപത്തെട്ട് 36 22 16 48 18 23 എന്ന സംഖ്യകളുടെ മാധ്യം എത്ര? മാധ്യം കാണാൻ എന്താ ചെയ്യുക? അതായത് മാധ്യം കാണുമ്പോൾ അസെൻഡിങ് ഓർഡറോ ആരോഹണ ക്രമമോ അവരോഹണ ക്രമമോ എഴുതുക ഈ സംഖ്യകളുടെ. അപ്പൊ എങ്ങനെയാണ് എഴുതുക? 16 18 22 23 28 36 ഇങ്ങനെയല്ലേ ആരോഹണ ക്രമം? നോക്കൂ, 2 4 6 7 2 4 6 അപ്പൊ ഇതിലേതോ വിട്ടു, 48 വിട്ടു. ഓക്കെ, 48. അപ്പൊ ഇനി ഇതിലെ ഏറ്റവും നടുക്കുള്ള സംഖ്യ കിട്ടിയിട്ട് വെച്ചെങ്കിൽ അതിനെ മാധ്യം എന്ന് പറയും. നടുക്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല, ഈവൺ നമ്പർ ആണ് വെച്ചെങ്കിൽ നമ്മള് ആ 2 എടുത്തിട്ട് അതിന്റെ പകുതി നോക്കണം. അപ്പൊ ഇവിടെ എന്താണ് വരിക? ഈ 3 3 അതിന്റെ ഇടയിലുള്ളത് എന്താണ്? 23 അപ്പൊ നമുക്ക് മാധ്യം എന്ത് വരും? 23 എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഡിയൻ എന്നുള്ളതാണ് മാധ്യം കേട്ടോ. ബീജഗണിതം. x+5 = 12 ആയാൽ x എന്താ ചെയ്യാ? x+5 12 ആണെന്ന് പറഞ്ഞാ x എന്ത് വരും? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയ അഡീഷൻ ഉള്ളത് ഇവിടെ എന്താവും? സബ്ട്രാക്ഷൻ ആവും അല്ലെ? മൈനസ് ആവും. അപ്പൊ 12 - 5 അത് എത്രയാണ്? 7. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a+b² വെറുതെ നമ്മളുടെ പഠിക്കാനുള്ള ഒരു ഫോർമുലയാണ് a+b² എന്ന് പറയുന്നത്. a² + b² + 2ab ഇങ്ങനെയാണ് കേട്ടോ. a+b² എന്ന് പറയുന്നത് a² + b² + 2 × a × b. ഇത് ഒരു ഫോർമുലയാണ്, അത് പഠിച്ചു വെക്കുക തന്നെ വേണം. അതിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. നെക്സ്റ്റ്, √162 എത്ര x/√18 ആയാൽ ഇത് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇത് എന്താ പറയാ? ഇതിനെ x എന്ന് ഞാൻ കൊടുത്തു. അപ്പൊ ഇവിടെ എന്താണ്? √162 x = x/√18 ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്തായി? x × x ആയില്ലേ? √162 × √18 ഇങ്ങനെയല്ലേ ആവുക? 162നെ നമുക്ക് എങ്ങനെ എഴുതാം? 162നെ എന്താക്കുക? ഘടകങ്ങളാക്കുക. അപ്പൊ 2 ആവുമ്പോ 81 വരും അല്ലെ? 2 × 81 ആവുമ്പോ 3 പോവും അല്ലെ? 27 × 3 അല്ലേ 81. അപ്പൊ 3 × 3 × 3 അല്ലെ? ഇങ്ങനെയല്ലേ വരിക റൂട്ട്. ഇനി 18നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × 3 × 3 എന്ന് എഴുതാം അല്ലെ?
അപ്പൊ ഇനി ഇവിടെ റൂട്ടിന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് ഇത് രണ്ടും റൂട്ടിന്റെ ഉള്ളിലായ കാരണം ഞാൻ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് രണ്ടും എഴുതാണ്. 2 × 3 × 3 × 3 ഇൻറ്റു 2 × 3 × 3 അല്ലേ? ഇനി ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കണ വെച്ചെങ്കിൽ രണ്ടെണ്ണത്തുനിന്ന് ഒരെണ്ണം എടുക്കുക. അപ്പൊ ഈ രണ്ട് രണ്ടുകളുണ്ട്, അപ്പൊ ഒരു 2 പുറത്തേക്ക് എടുക്കാം. ഇനി ഇവിടെ 2 3 ഉണ്ട്, അപ്പൊ ഒരു 3 പുറത്തേക്ക് എടുത്തു. ഇവിടെ ഇനിയും 2 3 ഉണ്ട്, അപ്പൊ ഒരു 3 കൂടിയും പുറത്തേക്ക് എടുത്തു. പിന്നെ എന്താണ്? ഒരു റൂട്ട് 3 കൂടിയും വരും അല്ലെ? മൂന്ന് 9 9 3 27 27 ഇൻറ്റു 3 9 9 3 27 27 ഇൻറ്റു 3 ഒരു 3 കൂടിയും വരും കേട്ടോ. 81ന് 3 9 9 3 27 27 ഇൻറ്റു 3 അല്ലേ 81. 81 ഇൻറ്റു 2 162. അപ്പൊ ഇവിടെ ഒരു 3 കൂടി ഉണ്ട്, 3. അപ്പൊ ഈ 2 3ന്നും ഈ ഒരു 3 കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി ഗുണിച്ച് എഴുതിയാൽ നമുക്ക് ആൻസർ ആയി. 2 × 3 6 6 3 18 18 ഇൻറ്റു 3 18 ഇൻറ്റു 3 എത്രയാണ്? 3 24 2 54. ആൻസർ ആയി. ഇതിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാഞ്ഞത് എന്തുകൊണ്ടാണ്? 3 9 9 3 27 വരെ നമ്മൾ ചെയ്തുള്ളൂ. 27 ഇൻറ്റു 3 81 81 ഇൻറ്റു 2 ആണ് 162. 162ന്റെ ഘടകങ്ങളാക്കാൻ നിങ്ങൾ ഇത് ഇങ്ങനെ അറിയില്ല വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ ചെയ്യുക. 162നെ 2 കൊണ്ട് ഹരിക്കുക, അപ്പൊ 81 എന്ന് കിട്ടും. 81നെ 2 കൊണ്ട് ഹരിക്കുക, അപ്പൊ എന്താണ്? സോറി 3 കൊണ്ട് ഹരിക്കുക, അപ്പൊ എന്താണ്? 3 6 21 7 3 21 ഇനി 3 9 ഇനി 3 3 ഇനി 3 1. ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംഖ്യാശ്രേണിയും യുക്തിയും കൂടിയിട്ടുള്ള ആ ഭാഗത്ത് നിന്നുള്ളതാണ്. 2 6 12 20 30. അടുത്ത സംഖ്യ എത്രയാണ് വരാന്ന്? 2ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 6 കിട്ടുക. 6ന്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് 12. 12ന്റെ കൂടെ 8 കൂട്ടുമ്പോഴാണ് 20. 20ന്റെ കൂടെ 10 ആണ് കൂട്ടുന്നത് 30. അപ്പൊ 4 6 8 10. ഇനി അടുത്തത് എന്ത് വരും? അപ്പോ പ്ലസ് 12 കൂട്ടണം. 30ഉം 12ഉം എത്രയായി? 42. ആൻസർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൽഹിയെ CDKGH എന്ന് കോഡ് ചെയ്താൽ കൊച്ചിയുടെ കോഡ്, അതായത് ഡി എന്ന് പറഞ്ഞ അതിന്റെ മുന്നിലത്തെ ലെറ്റർ സി ആണ് വരുന്നത്. ഇ എന്ന് പറഞ്ഞ അതിന്റെ മുന്നിലത്തെ ഡി, എൽ എന്ന് പറഞ്ഞ അതിന്റെ മുന്നിൽ കെ, എച്ച് അതിന്റെ മുന്നിൽ ജി, ഐ അതിന്റെ മുന്നിൽ എച്ച്. അപ്പൊ മുന്നിലുള്ള ലെറ്റേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ കെയുടെ മുന്നിൽ എന്താണ്? ജെ ആണ് അല്ലെ? ഓയുടെ മുന്നിൽ എന്താണ്? എൻ ആണ്. സിയുടെ മുന്നിൽ എന്താണ്? ബി ആണ്. എച്ചിന്റെ മുന്നിൽ ജി, പിന്നെ ഐയുടെ മുന്നിൽ എച്ച്. JNBGH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20 മിനിറ്റ് 6 km/h വേഗതയിൽ നടന്നാൽ ദൂരം എത്ര? അതായത് എങ്ങനെയാണ് നമ്മൾ ദൂരം കണ്ടുപിടിക്കുക? വേഗത എന്ന് പറയണത് ദൂരം ബൈ സമയമാണ് അല്ലെ? ദൂരം ബൈ സമയം. അപ്പൊ നമുക്ക് ദൂരം എങ്ങനെ കണ്ടുപിടിക്കാം? വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയം ചെയ്ത ദൂരമാവും. അപ്പൊ നമുക്ക് ഇവിടെ വേഗത എന്താണ് പറഞ്ഞേക്കണേ? 6 km/h ആണ്. അപ്പൊ വേഗത 6 ഇൻറ്റു സമയം മിനിറ്റിലാണ് തന്നിരിക്കണേ, അതിനെ നമ്മൾ എന്താക്കണം? മണിക്കൂറാക്കണം. അപ്പൊ എന്താണ്? 20/60. അപ്പൊ എന്താണ് വരിക? 60ല് 6 10 പ്രാവശ്യം ഇവിടെ 2 എന്നാണ് വരിക അല്ലെ? ദൂരം അപ്പൊ എന്ത് വരും? 2 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 3/5 ഭാഗം 45 ആയാൽ സംഖ്യ എത്ര?
ഒരു സംഖ്യ എക്സ് എന്ന് വിചാരിക്കൂ. എക്സിന്റെ 3/5 ഭാഗമാണ് 45. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 3/5 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോ എന്താവും? 5/3 ആവും അല്ലെ? 45 ഇൻറ്റു 5/3 ഇങ്ങനെയാവില്ലേ? അപ്പൊ ഇവിടെ 3 എത്ര പ്രാവശ്യമാണ്? 1 3 3 15 3 15 15 5 എത്രയാണ്? 5 25 2 7 75 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15% ഓഫ് 200 എത്ര? അതായത് 200ന്റെ 15%. 15% എങ്ങനെ എഴുതുക? 15/100. 200ന്റെ 15/100 ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് 100ല് രണ്ട് പൂജ്യം ഉണ്ട്, ഇവിടെയും ഇവിടെയും വെട്ടിക്കളഞ്ഞു അല്ലെ? അപ്പൊ 15 ഇൻറ്റു 2 എത്രയാണ്? 30. ഏതാണ് ആൻസർ? 30 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 144ന്റെ വർഗമൂലം. എങ്ങനെയാണ് വർഗമൂലം കണ്ടുപിടിക്കുക? നമുക്ക് അറിയാച്ചെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഒരു 20 വരെ പഠിച്ചു വെക്കണതാണ് നല്ലത്. നമുക്കറിയാം 10 ഇൻറ്റു 10 100 അല്ലെ? അപ്പൊ 100 കഴിഞ്ഞ് പിന്നെ എന്താ വരുന്നത്? ഒറ്റയുടെ സ്ഥാനത്ത് 4 വരുന്നത്. അപ്പൊ അത് ഏതിന്റെ സ്ക്വയർ ആവാം? 2ന്റെ സ്ക്വയർ ആവാം, അല്ലെങ്കിൽ 8ന്റെ സ്ക്വയർ ആവും അല്ലെ? അങ്ങനെ ആവുമ്പോഴല്ലേ നമുക്ക് 4 എന്നുള്ളത് ഒറ്റയുടെ സ്ഥാനത്ത് വരിക. അപ്പൊ നമുക്ക് 12 എന്ന് കിട്ടും. 12 ഇൻറ്റു 12 ആണ് 144. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 144നെ ഘടകങ്ങളാക്കുക. 2 7 2 2 3 6 അല്ലെ? 2 18 2 9 3 3 3 1 അല്ലെ? എന്താണ് ചെയ്യണേ? ഹരിക്കുകയാണ് ചെയ്യണേ, അല്ലാണ്ട് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വർഗമൂലം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എന്താണ്? വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് ആവുമ്പോൾ 2 എണ്ണത്തുനിന്ന് ഒരെണ്ണം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ 2 2 ഉണ്ട് വെച്ചെങ്കിൽ ഒരു 2 എടുത്തു, ഈ 2 2ന്ന് ഒരു 2 എടുത്തു, ഈ 2 3ന്ന് ഒരു 3 എടുത്തു. എന്നിട്ട് ഇത് തമ്മിൽ ഗുണിക്കുക. 2 ഇൻറ്റു 2 4 4 3 12. ഇങ്ങനെയാണ് വർഗമൂലം കാണുക. അപ്പോൾ സ്ക്വയേഴ്സ് നമ്മൾ ഒരു 20 വരെയെങ്കിലും പഠിച്ചാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ്, ഒരു ചതുരത്തിന്റെ വശം 5 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണാണ്. അപ്പം ഒരു വശം 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വിസ്തീർണം എന്താണ് വരിക? വശം ഇൻറ്റു വശമാണ്. അപ്പൊ 5 ഇൻറ്റു 5 ആണ് വരിക. അതെത്രയാണ്? 25 സെന്റിമീറ്റർ ആയോണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും കൂടുതൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ദിവസവും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.